ആദ്യം ഇവർ ചെയ്യേണ്ടത് ഹോട്ടലിൽ പൂട്ടുക, ഈ ഹക്കീമിനെ അറസ്റ്റ് ചെയ്യുക, എന്നിട്ട് അയാൾക്ക് മാനസിക രോഗമാണെങ്കിൽ ഉളം പറക്കി വിടുക, എന്താണെന്ന് വെച്ചാൽ വേണം ആദ്യം ചെയ്യാൻ. എന്നിട്ടും പിന്നെ ആൾക്കാർ ഇത് പ്രചരിപ്പിച്ച് പ്രശ്നമാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് പറയാം, ഇത് പ്രചരിപ്പിക്കരുത് എന്ന് പറയാം. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഇത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചാൽ ഞാൻ തട്ടിക്കളയുമെന്ന് പറഞ്ഞിട്ട് പോലീസ് മുന്നറിയിപ്പും കൊടുക്കുന്നു. ഈ പോലീസിന് ഗുരുവായൂർ എന്ന് പറയുന്ന സ്ഥലത്തോട് തന്നെ ഒരു വിരോധമുണ്ട്. ആ സ്ഥലത്തോട് മുഴുവനൊന്നുമല്ല, ആ ഗുരുവായൂർ ക്ഷേത്രവും അവിടെ തൊഴാൻ വരുന്ന ആൾക്കാരോടുള്ള വിരോധം. അത് പിഴുത് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി ഗുരുവായൂരൊക്കെ ഈ പോലീസിന് ഇഷ്ടപ്പെടുന്ന സമുദായത്തിലെ ആൾക്കാരാണ്. അതുകൊണ്ട് കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കും. ഇതാണ് കേരള പോലീസിൻ്റെ ന്യായം. മഹാമോശമാണ് ഇതൊക്കെ. ഇത്ര സുവ്യക്തമായിട്ട് ഒരു സമുദായത്തെ സംരക്ഷിക്കാനായിട്ട് കേരള പോലീസ് ഇറങ്ങുന്നത്, കേരള പോലീസിന് ഒരു നീതിബോധവും ഇല്ലെന്നും അവരൊരു പ്രത്യേക സമുദായത്തെ സംരക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുന്നു എന്നും കാണുന്ന കാഴ്ചയാണ്. അതല്ലെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത ആൾ കുറ്റക്കാരനാകുകയും വീഡിയോയിൽ ഈ പറഞ്ഞ കുറ്റകൃത്യം ചെയ്ത ആൾ സമർത്ഥനാകുകയും ചെയ്യുന്നു.